നിങ്ങളിതിൽ പ്രോ ആയിരിക്കും. നമുക്കതിന് പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. സ്കില്ല് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ വർക്കിന്റെ ക്വാളിറ്റിയും കൂടും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ഫീൽഡ് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഫീൽഡാണ്. നമ്മൾ അവൈലബിൾ ആയ ടൈം വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ആണ്. പേ കൂടുതൽ കിട്ടും. ഹായ് എവ്രിവൺ, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീലാൻസിങ് ജോബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫ്രീലാൻസിങ് ജോബിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഒക്കെ വർക്കിന് പോയാൽ നമുക്ക് ഒരു ഡേ ടൈമിൽ അല്ലെങ്കിൽ ഒരു ഇത്ര എമൗണ്ട് ഓഫ് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന് എന്തെങ്കിലും റൂൾസ് കാണും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഫോളോ ചെയ്തൊക്കെ നമുക്ക് ആ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രീലാൻസിങ് ജോബ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റഡീസൊക്കെ കഴിയണം. നമ്മൾ ഒരു ഡേ ടൈം ഒരു ഫുൾ ടൈം നമ്മൾ ആ ഒരു കമ്പനിക്ക് വേണ്ടി അല്ല ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഡിവോട്ട് ചെയ്യണം അല്ലേ. പക്ഷേ സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ഏർണിങ്സ് നമുക്ക് സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ അടുത്തൊരു കോഴ്സ് പഠിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് കുറച്ച് എമൗണ്ട് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രീലാൻസിങ് ജോബ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനത് വേറെ ഒന്നിൻ്റെ ബേസിലല്ല ഞാൻ പറയുന്നത്, ഞാൻ ചെയ്ത ഒരു ജോലി എന്നുള്ള രീതിയിലാണ്, ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസും കൂടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രീലാൻസിങ് ജോബിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടൈം ബൗണ്ട് അല്ല എന്ന് വെച്ചാൽ, നമുക്കിപ്പം സ്കൂളിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് എന്താണെങ്കിലും വേറൊരു വർക്കിന് പോകാൻ പറ്റില്ല. നമ്മൾ സ്റ്റഡീസിലും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ. നമ്മൾ അവൈലബിൾ ആയ ടൈം വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ആണ് ഫ്രീലാൻസിങ് ജോബ്സ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഒരു കമ്പനി ജോയിൻ ചെയ്യണമെന്നില്ല. പക്ഷേ ഫ്രീലാൻസിങ് ആയിട്ട് നമ്മളെ വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കുന്ന കമ്പനീസും ഉണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിന് ഈ പറയുന്ന പോലെ കറക്റ്റ് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു, അതായത് നമ്മൾ ട്രഡീഷണലി നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കരിയേഴ്സ് ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ പോകണമെന്ന് വലിയ ആഗ്രഹമില്ലാത്ത കുട്ടികളുണ്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, സ്വന്തമായിട്ട് ജോബ് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്റ്റഡീസ് കഴിഞ്ഞ് അവർക്ക് അതിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ പെട്ടെന്നൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് കുറേ നാൾ അതിനുവേണ്ടി റിസർച്ച് ചെയ്ത് കുറച്ച് എമൗണ്ട് ഒക്കെ അതിനുവേണ്ടി കരുതി വെച്ച് കുറേയധികം വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ജോബിലേക്ക് പോകാൻ വേണ്ടി പറ്റുക. പക്ഷേ ഞാൻ ഈ പറയുന്ന ഫ്രീലാൻസിങ് ജോബ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റഡീസിനൂടെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എടുക്കുകയും ചെയ്യാം, നല്ലൊരു എമൗണ്ട് അതിലൂടെ ഏൺ ചെയ്യുകയും ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, നമ്മുടെ ഡിജിറ്റൽ ക്രിയേറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പം അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ അധികം കാറ്റഗറീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ് ഫോട്ടോ എഡിറ്റിംഗ്. അപ്പോൾ ഫോട്ടോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫോണിലൊക്കെ വെറുതെ കുറച്ച് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടി കുറച്ച് കോൺട്രാസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാറുണ്ടല്ലേ. അതല്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ് യൂസിങ് നമ്മൾ ഈ പറയുന്ന പോലെ ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം അങ്ങനെയുള്ള കൃത്യമായിട്ട് നമ്മൾ ഈ ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് യൂസ് ചെയ്ത്, അതുകൂട്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത്, സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോ എഡിറ്റിംഗ്. സോ അതിനുവേണ്ടി ഡെഫിനറ്റ്ലി നമ്മൾ ഫോട്ടോ എഡിറ്റിംഗ് പ്രൊഫഷണലായിട്ട് പഠിക്കണം. അത് നമുക്ക് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ, കാരണം ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കേസിൽ ഞാനത് തന്നെ പഠിക്കുമല്ലായിരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ടൈമിൽ ഒരു 6 മന്ത് കോഴ്സ് എടുത്തിട്ട് ഞാൻ റെഗുലറായിട്ട് പോയി. അത് നമുക്കൊരു ബ്രേക്ക് ഉണ്ടല്ലോ, മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരു കുറച്ച് മാസം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് റെഗുലറായിട്ട് ക്ലാസ്സിൽ പോയിട്ടാണ് ഞാൻ ഈ എഡിറ്റിംഗ് എല്ലാം പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ എഡിറ്റിംഗ് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പം എഡിറ്റിംഗ് നമ്മൾ പ്രൊഫഷണലി പുറത്ത് പോയി പഠിക്കാത്തവർക്കും നല്ല എഡിറ്റേഴ്സ് ആകാം. അപ്പം നമ്മൾ എത്ര ടൈം അത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വർക്കുകൾ ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആ ഒരു സ്കില്ല് വളർന്നു വരുന്നത്. അപ്പം നിങ്ങളൊരു ചെറിയ ഏജിൽ ഒരു 10th ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫോട്ടോ എഡിറ്റിംഗ് ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങളിതിൽ വർക്ക് ചെയ്യുമ്പം നിങ്ങളുടെ സ്കിൽസ് അതിൽ ഇമ്പ്രൂവ് ചെയ്ത് വരും. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഡിഗ്രി ലെവലിലോ ഒരു മാസ്റ്റേഴ്സ് ലെവലിലോ ഒക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങളിതിൽ പ്രോ ആയിരിക്കും. അപ്പം നിങ്ങളെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനീസും നിങ്ങൾക്ക് വർക്ക് തരാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ വർക്കുകൾ നമുക്കൊരിക്കലും നഷ്ടമല്ല. കാരണം നമ്മൾ വേറൊരു പ്രൊഫഷനാണ് ചെയ്യുന്നതെങ്കിലും നമുക്കതിന് പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഈ പറയുന്ന ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഫോട്ടോ എഡിറ്റിംഗ് മാത്രമല്ല വീഡിയോ എഡിറ്റിംഗും അതിനകത്ത് വരും. ഈ പറയുന്ന വീഡിയോ എഡിറ്റിങ്ങിനകത്താണ് കുറേയധികം കാറ്റഗറീസ് ഉണ്ട്.
ഈ പറയുന്ന മാരേജ് ഫങ്ഷൻസ് ഒക്കെ കവർ ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, അതൊക്കെ കുറച്ചും കൂടെ നല്ല ലെവലിൽ പഠിച്ചാലേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഓരോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ ട്രെൻഡ്സ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീൽഡാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കുറേയധികം കാറ്റഗറീസ് ഉണ്ട്. അതായത് ഇപ്പം ഈ പറയുന്ന പോലെ വെഡിങ് ഫംഗ്ഷൻസ് ഒക്കെ പോലെയുള്ള വലിയ ഫംഗ്ഷൻസ് കവർ ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു മേഖലയും, അതുപോലെ തന്നെ ചെറിയ ചെറിയ ആഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന, ചെറിയ ആർട്സ്, അനിമേഷൻസ് അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു മേഖലയുണ്ട്. അതിൽ ഇഷ്ടമുള്ള മേഖല നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ സ്കിൽസ് ഇതിൽ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ, ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ യങ്സ്റ്റേഴ്സിനോട് പ്രത്യേകിച്ചും. ഹൈലി പെയ്ഡ് ആയിട്ടുള്ള നല്ല ഡിമാൻഡ് ഇപ്പോഴും ഉള്ള ഒരു ജോബാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രീമിയർ പ്രോ മാത്രമല്ല, ഈ ഡാവിഞ്ചി എന്നൊക്കെ പറയുന്ന AI അസിസ്റ്റഡ് ആയിട്ടുള്ള കുറേ അധികം സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിങ്ങനെ കൂടുതൽ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആ ഒരു ഫീൽഡിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആകണം. അതോടൊപ്പം തന്നെ നമ്മൾ അതിലൊക്കെയുള്ള നമ്മുടെ സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കറൻ്റ്ലി എനിക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഡിറ്റിങ് അതുപോലത്തെ വർക്കുകൾ മാത്രം എനിക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡാവിഞ്ചി പോലെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ സ്റ്റിൽ പ്രീമിയർ പ്രോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതും 2020 വേർഷനാണ് ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 24 ഈ പറയുന്ന ഫോട്ടോഷോപ്പ് ആണെങ്കിലും പ്രീമിയർ ആണെങ്കിലും നല്ല കുറേയധികം ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. കുറേയധികം നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, വെഡിങ് വീഡിയോ അതുപോലുള്ള ഇവൻറ്റ്സിൻ്റെ എഡിറ്റിങ്, അത് മാത്രമല്ലാതെ ചെറിയ അനിമേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഷോപ്പുകളോ അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർ ചെറിയ ചെറിയ ആഡുകൾ പുറത്തിറക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അങ്ങനെ ആഡ്സ്, ഇപ്പോൾ പറഞ്ഞ പെപ്സി, ബർഗേഴ്സ്, അതിൻ്റെയൊക്കെ ആഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ല. കുറച്ച് സെക്കൻഡേ ഉള്ളെങ്കിലും ആ വീഡിയോസിന് പിന്നിലുള്ള എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. എഫേർട്ട് നമ്മൾ എത്ര ഇട്ടിട്ടും കാര്യമില്ല, നമ്മുടെ സ്കില്ലും കൂടെ അതിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഏതാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറേ സോഫ്റ്റ്വെയർസ് ഒരുമിച്ചായിരിക്കും യൂസ് ചെയ്യുക, അതിൽ നമ്മൾ എത്രത്തോളം പ്രൊഫഷ്യൻ്റ് ആണെന്നുള്ളതും അതിലൊരു ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം പെയ്ഡ് ആയിട്ടുള്ള ജോബാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അതൊക്കെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബുകളാണ് അതൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് 2D ആൻഡ് 3D അനിമേഷൻ. ഞാൻ ഈ പറയുന്ന അനിമേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ അതിനകത്ത് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട്, ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ പഠിച്ചതാണ് അനിമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ 2D പഠിച്ചിട്ടില്ല, 3D മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഈ പറയുന്ന അന്ന് ഫ്ലാഷ് ആയിരുന്നു. ഇപ്പം കുറേയധികം വേറെ സോഫ്റ്റ്വെയർസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, ഈ പറഞ്ഞ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ മായ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പോയത്. 3D അനിമേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ സോഫ്റ്റ്വെയർ ആണ് മായ. ഇപ്പം കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്, ബ്ലെൻഡറൊക്കെ വന്നതുകൊണ്ട്. എന്നാലും അപ്പോൾ ആ ഒരു ടൈമിൽ, അത് എനിക്ക് തോന്നുന്നു 2015 ആ ഒരു ടൈമിൽ ഒരു വർഷത്തെ കോഴ്സിന് എന്നോട് 1.5 ലക്ഷം രൂപയാണ്, അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ചോദിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് അല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അത് പഠിക്കാൻ വേണ്ടി പറ്റി. കുറച്ച് കോസ്റ്റ്ലി ആണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫീസ് കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാം. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിലെ ഏതെങ്കിലും ഒരു ഫീൽഡ്, എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോട്ടോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അനിമേഷനോ, ഇതിലേതെങ്കിലും ഒരു ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു ഫീൽഡ് നമുക്ക് ഇഷ്ടമായി അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അങ്ങനെ കണ്ടിന്യൂ ചെയ്തതെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പറ്റുക, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമേഴ്സിനെ നിങ്ങളെ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, മെയിനായിട്ട് ഞാൻ ചെയ്തിരുന്നത് വേറെ കമ്പനീസിൽ ഞാൻ ഫ്രീലാൻസിങ് ആയിട്ട് ജോയിൻ ചെയ്യായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഫേസ്ബുക്കും OLXും ഒക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യാം ഇപ്പം. അപ്പോൾ ഈ ഫേസ്ബുക്കിനകത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ OLXനകത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ കാണുന്ന കമ്പനീസിലൊക്കെ വിളിച്ചിട്ട് അന്വേഷിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊരു പ്രോബ്ലമായിട്ട് വന്നത്, ആ ഒരു ടൈമിൽ ഒരുപാട് ഗേൾസ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നില്ല. അപ്പം അത് മാത്രമല്ല, ഞാൻ ഒരുപാട് ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ്സ് ഒന്നും അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും എങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എനിക്കൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ്സ് കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്യുക.
ഫോർ എക്സാമ്പിൾ ഈ ജിബിയോണിക്സ് അതുപോലെ കടലാസ് മേഷൻ എന്നൊക്കെ പറയുന്ന അനിമേഷൻ വീഡിയോസ് മാത്രം ഇടുന്ന ചാനൽസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ചാനൽ നന്നായിട്ട് ഗ്രോത്ത് ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ചെയ്യുന്ന ആൾക്കാരെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും. അപ്പം അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർ പെട്ടെന്ന് ഓർക്കും ഇങ്ങനെ ഒരാളുണ്ടെന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു മാർഗം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു മേഖലയിൽ കുറച്ചുകൂടെ ഡിമാൻഡും കുറച്ച് ആൾക്കാരെ വേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. എന്താണെങ്കിലും അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് കുറേ അധികം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു OLX-ലൊക്കെ ഒരുപാട് ആഡ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നൊക്കെ. അപ്പോൾ അതൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള കമ്പനീസ് ആണോ എന്നൊക്കെ നോക്കണം. ചിലപ്പം നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുന്ന വർക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ പറയും നമ്മുടെ വർക്ക് വേണ്ട എന്നൊക്കെ. സോ അതൊക്കെ ബിവെയർ ആയിരിക്കണം, അലേർട്ട് ആയിരിക്കണം. അപ്പം അങ്ങനെ നിങ്ങൾ പറ്റിക്കപ്പെടുകയൊന്നും ചെയ്യരുത്. അതൊക്കെ അലേർട്ട് ആയിരുന്നിട്ട് തന്നെ വേണം ഇത് കാര്യങ്ങൾ ചെയ്യാൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ഫീൽഡ് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഫീൽഡാണ്. പക്ഷേ ആ പേ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ലിനും നമ്മൾ ചെയ്യുന്ന ആ വർക്കിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു ക്വാളിറ്റിക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് അതൊരു ക്വാളിറ്റി വർക്ക് ആയിരിക്കണം എന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊന്നും കറക്റ്റായിട്ട് അറിയണം എന്നൊന്നുമില്ല. അപ്പം നമ്മൾ ഒരുപാട് എമൗണ്ട് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ആ വർക്ക് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തത്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ നിങ്ങളുടെ സ്കില്ല് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും കൂടും. വർക്കിൻ്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചധികം എമൗണ്ട് കിട്ടും, പേ കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നിങ്ങളുടെ കംപ്ലീറ്റ് നിങ്ങളുടെ പ്രൊഫഷനായിട്ടോ മെയിൻ പ്രൊഫഷനായിട്ടോ അല്ലെങ്കിൽ ഒരു പാരലൽ പ്രൊഫഷനായിട്ടോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനും കൂടിയാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഓൾറെഡി ഇപ്പോൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്കിതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 10th ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആകും, അല്ലെങ്കിൽ +2 കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞോ ഒക്കെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഫ്രീ ആകും. ആ ഒരു ടൈമിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയോ നിങ്ങൾക്കിത് പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് മാത്രമല്ല, ഞാൻ എൻ്റെ കോളേജ് ടൈമിൽ കുറച്ചധികം ജോലികളും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് എന്നാൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഇത് ഓൾറെഡി വീഡിയോ ലെങ്തിയാണ്. അപ്പം അതെല്ലാം കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചൂസ് ചെയ്യാന്നുള്ള കാര്യം അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഒക്കെ ഇങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.